നമസ്കാരം. വേദാന്ത വൈബ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു ഡെയിലി ടാരോട്ട് റീഡിംഗ് ആണ്. ഇന്ന് നമ്മളൊരു യൂണിവേഴ്സൽ മെസ്സേജ് ആണ് നോക്കുന്നത്. യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് എന്ത് മെസ്സേജ് ആണ് തരുന്നതെന്ന് നോക്കാം. പിന്നെ നമ്മളുടെ കോഴ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്മൾ വരാഹി മെഡിറ്റേഷൻ, അതേപോലെ തന്നെ കനകധാര മെഡിറ്റേഷൻ, ട്രോമ ഹീലിംഗ്, റിലേഷൻഷിപ്പ് ഹീലിംഗ് അങ്ങനെയുള്ള വിവിധ തരം കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള കോഴ്സിന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെയുള്ള നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിംഗ് എടുക്കുന്നതിനായിട്ടുള്ള അപ്പോയിന്റ്മെന്റ് എടുക്കുവാനും ഈ സെയിം നമ്പറിൽ തന്നെ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോകാം. ഇന്നത്തെ റീഡിങ്ങിൽ കിട്ടിയിരിക്കുന്ന കാർഡുകൾ എന്ന് പറയുന്നത് 3 of Wands, ദ എംപ്രസ്, ദ സ്റ്റാർ, പേജ് ഓഫ് പെന്റക്കിൾസ്, 4 of Pentacles എന്നീ കാർഡുകളാണ് കിട്ടിയിരിക്കുന്നത്. ഈ കാർഡുകളൊക്കെ തന്നെ ഒരു ലീഗൽ ഇഷ്യൂസിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. ചിലപ്പോൾ അത് ഡിവോഴ്സ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഭൂമിപരമായ ഒരു കേസോ തർക്കമോ നടക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾ ഇപ്പോൾ മുന്നിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അനുകൂലമായി തന്നെയാണ് വരുന്നത്. എന്നിരുന്നാൽ കൂടിയും നിങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് കയറി ആവശ്യമില്ലാതെ ആ ഒരു സിറ്റുവേഷനെ കൺട്രോൾ ചെയ്യുവാനോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് ഉള്ള വ്യക്തിയെ കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ഒന്നും ചെയ്യാതെ ഇരിക്കുക. ഇപ്പോൾ നിങ്ങൾ പോകുന്ന രീതി വളരെ കറക്റ്റ് ആണ്. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ പല ചിന്തകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്താലോ അങ്ങനെ ചെയ്താലോ, അവരെ ഈ രീതിയിൽ ഇറിറ്റേറ്റ് ചെയ്താലോ എന്നൊക്കെ. അത് തെറ്റായ ചിന്തയാണ്. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിപരീത ഫലമാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന രീതി തന്നെ കറക്റ്റ് ആണ്. അതേപോലെ തന്നെ ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൂടി നിങ്ങളെ ഒന്ന് കറക്റ്റ് ചെയ്യുവാനുള്ള ഒരു സമയമാണ്. ഈ ഒരു റിസൾട്ട് വരുന്നത് വരെയുള്ള സമയം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഡിവോഴ്സ് ആണെങ്കിൽ ഈ ഒരു ഡിവോഴ്സ് കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ള ഒരു പ്ലാനിങ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതല്ല നിങ്ങളുടെ മൈൻഡ് പ്രിപ്പയർ ചെയ്യുവാനാണെങ്കിൽ അതിനുള്ള ഒരു സമയമാണ്. ഭൂമി തർക്കപരമായ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഈ ഒരു ഭൂമി തർക്കം കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു വസ്തു അല്ലെങ്കിൽ ആ ഒരു ഭൂമിയെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അതിനുള്ള പ്ലാനുകളൊക്കെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സമയം ചെയ്യാവുന്നതാണ്. കാരണം എന്തായാലും നിങ്ങൾക്കിത് ഇപ്പോഴത്തെ രീതിയിൽ തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് വിധി വരുന്നത്. അതേപോലെ ഓവറായിട്ട് നിങ്ങളുടെ ഒരു കേസിനെ പറ്റി ഇപ്പോഴത്തെ സിറ്റുവേഷനെ പറ്റിയൊക്കെ മറ്റുള്ളവരിലൂടെ പറഞ്ഞു നടക്കാതിരിക്കുക. കാരണം നമ്മുടെ നാട്ടിൽ പലതരം ആളുകളാണ് ഉള്ളത്. രണ്ട് സൈഡിലും കൊളുത്തി കൊടുക്കുന്ന രീതിയിലുള്ള ആളുകളും കാണാം. അപ്പോൾ നിങ്ങളുടെ വാക്കുകൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധയോടു കൂടി തന്നെ പറയുക. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് കേസ് എന്തായി എന്ന് ചോദിക്കുന്ന ഒരു വ്യക്തി ചിലപ്പോൾ അവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം. പക്ഷെ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് അനുകൂലമായി നിന്നിട്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അത് അപ്പുറത്ത് കൊണ്ടുപോയി വേറെ രീതിയിലായിരിക്കും കൊടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കേസ് എന്തായി എന്ന് ചോദിക്കുമ്പോൾ വളരെ ന്യൂട്രൽ ആയിട്ട് അത് അതേപോലെ പോകുന്നുണ്ട് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ ദുഷിക്കുവാൻ അവരിങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു അങ്ങനെയൊന്നും പറയാണ്ടിരിക്കുക. നിങ്ങൾക്ക് അനുകൂലമായിട്ടൊരു വിധിയായിരിക്കും വരുന്നത്. അപ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് റെസണേറ്റ് ആയിട്ടുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് വരാഹി ദേവി നമഃ എന്ന് എഴുതുക. താങ്ക് യു.